ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അഭിഷേക്. ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രേസിനെസ് ഗിവ്സ് ഹാപ്പിനെസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ തന്നെ നിങ്ങൾക്ക് ആനിമേഷൻ അല്ലെങ്കിൽ ഒരു ആനിമേറ്റഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഏത് ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആപ്പ് ഉപയോഗിക്കേണ്ടത്, പിന്നെ അതിൻ്റെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കുക, പിന്നെ സൈഡിലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ നിൽക്കുക. എന്തിനാണെന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫൈ ആവാൻ വേണ്ടിയിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ നിൽക്കുന്നത്. പിന്നെ ലാസ്റ്റിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു പുതിയ ചാനലോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും സ്വന്തമായി ചാനൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ചാനലിനെ പറ്റി എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഈ വീഡിയോനെ പറ്റി കമൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു ചാനൽ ഉണ്ടെന്ന് അറിയിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങളെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യും. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് കിട്ടും. അപ്പോൾ ഒരു സബ്സ്ക്രൈബ് കിട്ടാനുള്ളൊരു വകുപ്പാണ് ഞാൻ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ നിങ്ങളെ ചാനൽ നല്ല ചാനലാണെങ്കിൽ ഞാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യും. തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് എൻ്റെ മൊബൈൽ സ്ക്രീൻ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഏത് ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്പ് ഫ്ലിപ്പക്ലിപ്പ് എന്ന ആപ്പാണ്. അപ്പോൾ ഇതാണ് ആ ആപ്പ്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലാണ് എത്തുക. അതിൻ്റെ മുന്നേ ഒരു ചെറിയ ഇൻട്രോ വീഡിയോ ചിലപ്പോൾ കാണിച്ചെന്ന് വരാം. അതിന് നിങ്ങൾക്കൊരു പുതിയ പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഈ പ്ലസ് ഐക്കൺ നിൽക്കുക. പ്ലസ് ഐക്കൺ നിൽക്കിയിട്ട് നിങ്ങളുടെ പ്രൊജക്റ്റിന് ഒരു നെയിം കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇതിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഫോട്ടോസ് എന്നുള്ള ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ കളർ ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഒരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടായിട്ട് വെക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ക്യാൻവാസ് സൈസ് ചൂസ് ചെയ്യാൻ പറ്റും. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, വൈമിയോ, ഫേസ്ബുക്ക്, ടംബ്ലർ ഇതിനൊക്കെ ഉള്ള ക്യാൻവാസ് സൈസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് പ്രീമിയം വേർഷൻ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റാനും പറ്റും. അപ്പോൾ അതായത് നിങ്ങൾ പ്രീമിയം വേർഷൻ വാങ്ങണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഫ്രെയിംസ് പെർ സെക്കൻഡ് ചൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഫ്രെയിംസ് പെർ സെക്കൻഡ് ഒന്നും നിങ്ങളൊരു ബിഗിനർ ആവുമ്പോൾ തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു ഡിഫോൾട്ടായിട്ടുള്ള ഫ്രെയിംസ് പെർ സെക്കൻഡ് ഇത് ഓൾറെഡി ഉണ്ട്, അത് തന്നെ നമുക്ക് മതി. അപ്പോൾ 12 FPS ആണ് ഡിഫോൾട്ടായിട്ട് ഇതിലുള്ളത്. ഇപ്പോൾ ക്രിയേറ്റ് പ്രൊജക്റ്റ് നോക്കിയിട്ട് നിങ്ങളെ മനസ്സിലുണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 12 FPS എടുത്ത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ 12 ഫ്രെയിംസ് മൂവ് ചെയ്യുന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ഒരു സെക്കൻഡാണ് ആ വീഡിയോ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് 12 ഫ്രെയിംസ് ഉണ്ടാക്കണം. അപ്പോൾ അതാണ് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇവിടെ നിങ്ങൾക്ക് ഒരു പാനൽ കാണാം. അവിടെയാണ് നമ്മളെ ടൂൾസൊക്കെ ഉള്ളത്. ടൂൾസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പെന്ന്, ഇറേസർ, പിന്നെ ഒരു കാര്യം അതിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾക്ക് അത് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു സാധനം ഇപ്പോൾ ഞാൻ വരച്ചിട്ടുണ്ട്, ഇത് യൂസ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്താൽ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അതിനെ കൊണ്ടുള്ള ഗുണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു കളർ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമുണ്ട്. പിന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാനലുള്ള കാര്യങ്ങളെ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് ആക്ച്വൽ ഒരു ആനിമേഷൻ ഉണ്ടാക്കിയാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചത്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു ബോൾ വരയ്ക്കുന്നു. അപ്പോൾ നിങ്ങളിനി അടുത്ത ഫ്രെയിം വരയ്ക്കണം. അപ്പോൾ അടുത്ത ഫ്രെയിം നിങ്ങൾ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു നിങ്ങൾ ആദ്യം വരച്ച സംഭവത്തിൻ്റെ ഒരു ഗോസ്റ്റ് ഇമേജ് അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ചേഞ്ചാണ് നെക്സ്റ്റ് ഫ്രെയിമിൽ വരേണ്ടതെന്ന് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അടുത്തത് ബോൾ വരയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങളും എന്നെ പോലെ ഇങ്ങനെ വെറും കൈ കൊണ്ട് ബോളും ഒരു റൗണ്ട് ഫിഗർ വരയ്ക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ മുകളിലൊരു സ്കെയിൽ പോലത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷനിൽ നിങ്ങൾക്കിപ്പോൾ സ്ട്രെയിറ്റ് ലൈനാണ് വരയ്ക്കണമെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഈസി ആയിട്ട് വരയ്ക്കാം. പിന്നെ സർക്കിളാണ് വരയ്ക്കണമെങ്കിൽ സർക്കിൾ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഇപ്പം സ്ക്വയറാണ് വരയ്ക്കുകയാണെങ്കിൽ സ്ക്വയറും വരയ്ക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിനെക്കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഞാൻ ഡയറക്റ്റ് ആ ഒരു വീഡിയോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ
ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബോൾ ബൗൺസ് ചെയ്യുന്നൊരു ആനിമേഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്കിങ്ങനെ ഇതിൻ്റെ രണ്ട് ഭാഗവും ഇങ്ങനൊരു ഡോട്ട് പോലത്തെ സംഭവം കൊണ്ട് നിങ്ങൾക്ക് മാറ്റാൻ, ചെറുതാക്കാനും വലുതാക്കാനൊക്കെ പറ്റും. ഞാനിവിടെ ഒരു ബോൾ വരയ്ക്കും. നെക്സ്റ്റ് ഫ്രെയിം എടുക്കുന്നു. അപ്പോൾ ഞാൻ 9 ഫ്രെയിംസ് ഉള്ളൊരു ബോൾ ബൗൺസ് ചെയ്യുന്നൊരു ആനിമേഷൻ്റെ ഒരു വീഡിയോ പോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. അപ്പോൾ ഏകദേശം ഒരു ഒറിജിനാലിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ആനിമേഷൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊരു ബിഗിനർ വീഡിയോ മാത്രമാണ്. അപ്പോൾ ഒരു ഈസി ആയിട്ടുള്ള ആനിമേഷനാണ് ഞാൻ ചെയ്തതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഏത് വീഡിയോ ആണെങ്കിലും ഉണ്ടാക്കാം. വലിയ വലിയ വീഡിയോസ് ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്. അവർ പിന്നെ ഇതിൻ്റെ ഡെമോയിൽ തന്നെ ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്കൊരു വീഡിയോ കാണാം. ഇത് ക്ലിപ്പ് തന്നെ ഉണ്ടാക്കിയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കാൻ ഈ പ്രീമിയം ഫീച്ചേഴ്സ് എന്തായാലും വേണം. എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോ ഉണ്ടാക്കാൻ അവർ ഉപയോഗിച്ചിരിക്കുന്നത് ലെയേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ അവർ കളർ കൊടുക്കുന്നു, സെക്കൻഡ് ലെയറിൽ അവർ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുന്നു, അങ്ങനെ പലതും ചെയ്തിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ ഇത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആനിമേഷൻ ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹമെങ്കിൽ, ആൻഡ്രോയിഡ് തന്നെ ചെയ്യണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതിൻ്റെ പ്രീമിയം വേർഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ അനിമേഷൻ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണും. താങ്ക് യു ഫോർ വാച്ചിങ്. Like, share and subscribe.